ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എംകോ ഫിനാൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് സെമ്മിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന സബ്ജക്റ്റിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കാൻ പോകുന്നത്. കോറിലേഷന്റെ തിയറി പാർട്സും അതുപോലെ കാൽപിഎസ്എം മെത്തേഡിലെ ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു കോറിലേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്? ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. നോക്കാം. കോറിലേഷൻ എന്നാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത് 3 രീതിയിലാണ്: കാൽപിഎസ്എം മെത്തേഡ്, സ്പിയർമാൻസ് മെത്തേഡ് ആൻഡ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. അതിലെ കാൽപിഎസ്എം മെത്തേഡിനെ വീണ്ടും 2 മെത്തേഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം: ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ 2 ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാം: അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡ്. കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. തിയറി പാർട്സ് വേണ്ടവർ ഫസ്റ്റ് പാർട്ട് കാണാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ. ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡിലൂടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്യാം. ഈ സെയിം മെത്തേഡിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡിലൂടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ വരുന്നത് ഇതാണ്: R ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ x square minus sigma x all square into root of n sigma y square minus sigma y all square. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡിലൂടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ വരുന്നത്. ഇതിലെ R എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. എത്ര പെയേഴ്സ് നമ്മൾ ഒബ്സർവേഷന് എടുത്തിട്ടുണ്ട് എന്നതാണ്. നോക്കാം, ഇവിടെ എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 പെയേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ n എത്രയാണ് വരിക? 10 ആണ്. എക്സും വൈയും വേരിയബിൾസ് ആണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. നമ്മൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ല വെച്ചെങ്കിൽ ഇതുപോലെ പ്രൈസ്, ഡിമാൻഡ് എന്നിങ്ങനെ ഇതുപോലെ നെയിംസ് ആവും തരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് വൈ എന്ന് നെയിം കൊടുത്തിട്ട് പ്രോബ്ലം ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ ആ കോറിലേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ വരയ്ക്കുക. ടേബിൾ വരച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ എടുത്തെഴുതാം. ഞാനിവിടെ പ്രൈസിന് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിമാൻഡിന് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ടേബിൾ വരച്ചിട്ടുണ്ട്. ഇനി ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. നോക്കാം. R ഈസ് ഈക്വൽ ടു n. n നമുക്കറിയാം 10 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്പർ ഓഫ് വേസ് ഓഫ് ഒബ്സർവേഷൻ ആണ്. n ഈസ് ഈക്വൽ ടു 10. സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്ന് വെച്ചാൽ എന്താണ്? എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു കോളം വേണം. എന്താണ്? എക്സ് വൈ. എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വേണം. മൈനസ് സിഗ്മ എക്സ്. സിഗ്മ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് കോളത്തിൻ്റെ ടോട്ടല്. ദെൻ സിഗ്മ വൈ. സിഗ്മ വൈ എന്ന് വെച്ചാൽ വൈ കോളത്തിൻ്റെ ടോട്ടല്. ഈ ഒരു കോളം ടോട്ടൽ ചെയ്താൽ നമുക്ക് സിഗ്മ വൈ കിട്ടും. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ. n നമുക്കറിയാം 10 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു കോളം വേണം. എന്താണ്? എക്സ് സ്ക്വയർ. എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോളം കൂടി ആഡ് ചെയ്തു, എക്സ് സ്ക്വയർ. മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ, എക്സ് ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ സിഗ്മ എക്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ. n നമുക്കറിയാം 10 ആണ്. ഇതുപോലെ തന്നെ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ച പോലെ തന്നെ സിഗ്മ വൈ സ്ക്വയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കോളം വേണം. ഏതാണ്? വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ സിഗ്മ വൈ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് 3 കോളം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കോളം ഫില്ല് ചെയ്യാം. അതിൻ്റെ ടോട്ടൽ കാണാം. അതുപോലെ എക്സ് സ്ക്വയർ കാണാം, വൈ സ്ക്വയർ കാണാം, അതിൻ്റെ ടോട്ടൽ കാണാം. ഓക്കെ. ഇവിടെ നോക്കുക, എക്സും വൈയും ഫസ്റ്റത്തെ വാല്യൂ നോക്കുക. 11 ഇൻറ്റു 30 വരിക അല്ലേ. എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 ഇൻറ്റു 30 വരിക. അപ്പോൾ എത്രയാണ് വരിക? 330
30 വരും. ദെൻ എക്സ് സ്ക്വയർ, ഫസ്റ്റത്തെ എക്സ് വാല്യൂ എത്രയാണ്? 11 ആണ്. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. ദെൻ വൈ സ്ക്വയർ, ഫസ്റ്റത്തെ വാല്യൂ 30 ആണ്. 30ന്റെ സ്ക്വയർ എത്രയാണ്? 900. ഇതുപോലെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ച് എഴുതണം. എന്നിട്ട് അതിന്റെ ടോട്ടലും എഴുതണം. അപ്പോൾ ഞാനിവിടെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ടോട്ടലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആൻസർ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് തന്നെ R ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് sigma x all square into n sigma y square minus sigma y all square. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഇതാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. നോക്കാം. R ഈസ് ഈക്വൽ ടു n. n നമുക്കറിയാം അല്ലേ, എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? 10 ആണ്. ഇൻറ്റു സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്ന് വെച്ചാൽ എക്സ് വൈ കോളത്തിൻ്റെ ടോട്ടല് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 3577 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ വാല്യൂ എടുത്തെഴുതുക. 77 മൈനസ് സിഗ്മ എക്സ്. സിഗ്മ എക്സ് എത്രയാണ്? എക്സ് കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? 155 ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ വൈയുടെ വൈ കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? 239 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n നമുക്കറിയാം 10 ആണ്. ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? 2485 മൈനസ് സിഗ്മ എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 155 ആണ്. അപ്പോൾ 155 സ്ക്വയർ. ദെൻ റൂട്ട് ഓഫ് n നമുക്കറിയാം 10 ആണ്. സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? 5925 ആണ്. 25 മൈനസ് സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ എത്രയാണ്? 239 ആണ്. 239 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എത്രയാണ്? -0.962 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്, കോറിലേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആൻസർ കിട്ടിയ റിസൾട്ട് കമൻറ്റ് ചെയ്യണം. നോക്കാം എങ്ങനെ നമുക്ക് എഴുതാം.
0.9 ആണല്ലേ. അപ്പോൾ നമുക്ക് ഹൈ കോറിലേഷൻ ആണ് വരിക. നമുക്കിവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? ഹൈ നെഗറ്റീവ് കോറിലേഷൻ. പ്രൈസും ഡിമാൻഡും തമ്മിലെ ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആണ് ഉള്ളത്. നോക്കുക, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ദർ ഈസ് ഹൈ നെഗറ്റീവ് correlation between price and demand. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡിലൂടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ 0.9 വന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൈ കോറിലേഷൻ എന്ന് മനസ്സിലായത് എന്നൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. നമ്മുടെ തിയറി പാർട്സ് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതാ നോക്കാം, ഇവിടെ നമുക്ക് 0 ആണ് ആൻസർ കിട്ടുന്നത് വെച്ചെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ നോ കോറിലേഷൻ ആയിരിക്കും. 1 ആണ് വെച്ചെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ ആയിരിക്കും. ഇനി -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. +1 ആണ് വെച്ചെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് വെച്ചെങ്കിൽ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്നാണ് പറയാം. നോക്കാം, അതിൽ തന്നെ 1നും 0.50ക്കും ഇടയിലാണെങ്കിൽ 1നും 0.50ക്കും ഇടയിലാണെങ്കിൽ ഹൈ ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. അതായത് സ്ട്രോങ് കോറിലേഷൻ ആയിരിക്കും. 0.50ക്കും 1നും, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. നെഗറ്റീവ് ആണെങ്കിൽ ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ദെൻ പോസിറ്റീവ് ആണെങ്കിൽ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ദെൻ 0.49നും 0.30ക്കും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. അതായത് മീഡിയം കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ദെൻ ബിലോ 2.29 ആണ് വെച്ചെങ്കിൽ ലോ ഡിഗ്രി ആയിരിക്കും, സ്മോൾ കോറിലേഷൻ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ നോക്കാം, ഇവിടെ 0 മുതൽ 1 വരെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1നും 0.50ക്കും ഇടയിലാണ് വെച്ചെങ്കിൽ ഈ ഒരു വാല്യൂസിലാണ് നമുക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ 0.9 ആയിക്കോട്ടെ 0.7 ആയിക്കോട്ടെ ഏത് 0.5 ആയിക്കോട്ടെ 0.5 വരെ ഏതായിരിക്കും? ഹൈ ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. ഹൈ ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. നെഗറ്റീവ് ആണെന്നുവെച്ചെങ്കിൽ എന്തായിരിക്കും? ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സിമ്പിളാണ് കേട്ടോ. ദെൻ 0.49നും അതുപോലെ 0.30ക്കും ഇടയിലാണ് വെച്ചെങ്കിൽ 0.30യും 0.49നും ഇടയിലാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ ഇടയിലുള്ള ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ എന്തായിരിക്കും? മോഡറേറ്റ് ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. മോഡറേറ്റ് ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. ഇനി നെഗറ്റീവ് ആണ് വെച്ചെങ്കിൽ മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി 0 അല്ല 0.29നും 0യും അല്ലാതെ 0ക്കും ഉള്ളിലായിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ആണ് വെച്ചെങ്കിൽ എന്തായിരിക്കും? ലോ ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. നെഗറ്റീവ് ആണ് വെച്ചെങ്കിൽ ലോ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഇൻ്റർപ്രറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇങ്ങനെയാണ് കാണേണ്ടത്. 0 ആണെങ്കിൽ നോ കോറിലേഷൻ ആയിരിക്കും. 1 ആണ് വെച്ചെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ ആയിരിക്കും. നെഗറ്റീവ് ആണ് വെച്ചെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ കിട്ടണമെന്ന് വെച്ചെങ്കിൽ അത് ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷനിലാണ് വരിക. അതെങ്ങനെയാണ്? 1നും 0.50ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ ഹൈ ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. ദെൻ 0.49നും 0.30ക്കും കിട്ടുന്നതാണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി
കോറിലേഷൻ ആയിരിക്കും. ബിലോ 0.29 ആണ് വെച്ചെങ്കിൽ ലോ ഡിഗ്രി കോറിലേഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആൻസർ 0.9 ആണല്ലേ. 0.9 എവിടെയാണ് വരിക? 0.50ക്കും 1നും ഇടയിലാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എഴുതി ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? ഹൈ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അപ്പോൾ ഇതുപോലെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ആണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിലെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ വരുന്നത് ഇതാണ്. R ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡിലെ ഇക്വേഷൻ. സെയിം ഇക്വേഷൻ തന്നെയാണ് ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡിലെ ഇക്വേഷൻ പോലെ തന്നെയാണ്. ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എക്സും വൈനും മുന്നേ നമ്മൾ ഡി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇതിലെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേസ് ഓഫ് ഒബ്സർവേഷൻ തന്നെയാണ്. ഡി എക്സും ഡി വൈയും ഡീവിയേഷൻസ് ആണ്. ഇവിടെ നമ്മൾ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് സീരീസിലെയും രണ്ട് വാല്യൂസ് അസ്യൂംഡ് മീൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വാല്യൂസ് എക്സ് സീരീസിലെ ഒരു വാല്യൂവും വൈ സീരീസിലെ ഒരു വാല്യൂവും അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യണം. മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡിൽ ചെയ്തിരുന്ന പോലെ തന്നെയാണ് കേട്ടോ. എന്താണ് ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ എക്സും വൈയും ആണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് ഡി എക്സും ഡി വൈയും മാത്രമായിരിക്കും. നോക്കാം. ഡി എക്സ് എന്ന് വെച്ചാൽ ഡീവിയേഷൻ ഓഫ് എക്സ് സീരീസ് ഫ്രം അസ്യൂംഡ് മീൻ ആണ്. ഓരോ എക്സ് വാല്യൂസിൽ നിന്നും അസ്യൂംഡ് മീൻ കുറയ്ക്കുന്നതാണ് ഡി എക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ഇവിടെ 44 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഡി എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡി എക്സിനെ എല്ലാ എക്സ് വാല്യൂസിൽ നിന്നും ഈ 44 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കോളം കിട്ടും? ഡി എക്സ് കോളം കിട്ടും. അതുപോലെ തന്നെ നമുക്കിവിടെ വൈക്ക് 26 ആണ് അസ്യൂംഡ് മീൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വൈ വാല്യൂസിൽ നിന്നും ഈ 26 മൈനസ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ നോക്കിയിട്ട് ഏതൊക്കെ കോളംസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. മറ്റേ ബേസ്ഡ് ഓൺ ഗിവൺ വാല്യൂ മെത്തേഡിലെ പോലെ തന്നെയാണ് കോളംസ് ആവശ്യമുള്ളത്. പക്ഷെ നമുക്ക് എക്സ്ട്രാ 2 കോളം കൂടി വേണം. ഏതാണ്? ഡി എക്സും ഡി വൈയും. നമ്മളവിടെ എക്സും വൈയും ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ ഡി എക്സും ഡി വൈയും കണ്ടുപിടിച്ചിട്ടാണ് അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു കോളം കൂടി വേണം. 2 കോളം വേണം. ഏതാണ്? ഡി എക്സ് ഡി വൈ. ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 44 ആണ്. ഡി വൈ എന്ന് പറയുന്നത് വൈ മൈനസ് 26 ആണ്. നോക്കുക, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് പിയേഴ്സൺസ് കോഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദ ഫോളോവിങ് ഡാറ്റ യൂസിങ് 44 ആൻഡ് 26 റെസ്പെക്റ്റീവ്ലി ആസ് ദ ഒറിജിൻ ഓഫ് എക്സ് ആൻഡ് വൈ. നമുക്ക് അസ്യൂംഡ് മീൻ ആയിട്ട് ഈ ഒരു എക്സ് സീരീസിന്റെ 44 തന്നിട്ടുണ്ട്, വൈ സീരീസിന്റെ 26 തന്നിട്ടുണ്ട്. നമ്മളോട് കോഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കണം. ദെൻ അതിനുശേഷം നോക്കാം n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ. അപ്പോൾ നമുക്ക് ഡി എക്സും ഡി വൈയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം വേണം. സിഗ്മ ഡി എക്സ് ഡി വൈ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് അവിടെ സിഗ്മ എക്സ് വൈ എന്നാണ് നമ്മളൊരു കോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ സിഗ്മ ഡി എക്സ് ഡി വൈ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എക്സും ഡി വൈയും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം ആഡ് ചെയ്തു. നോക്കാം. ദെൻ നേരത്തെ പോലെ തന്നെ ഡി എക്സ് സ്ക്വയറിനൊരു കോളം, ഡി വൈ സ്ക്വയറിനൊരു കോളം. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 44 ആണ് അല്ലേ. ഇവിടെ നോക്കുക, എക്സ് എത്രയാണ്? 43 ആണ് അല്ലേ. 43യിൽ നിന്ന് 44 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? -1 അല്ലേ. ഇനി നോക്കാം, ഫസ്റ്റത്തെ വാല്യൂ വൈ വാല്യൂ 29 ആണ്. നമ്മൾ 29ൽ നിന്ന് 26 മൈനസ് ചെയ്യണം. ഡി വൈ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, വൈ മൈനസ് 26 ആണ്. അപ്പോൾ നമുക്ക് വൈ എത്രയാണ്? 29 ആണ്. 29ൽ നിന്ന് 26 മൈനസ് ചെയ്താലേ എത്രയാണ് കിട്ടുക? 3. ഇനി ഡി എക്സും ഡി വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 3 എത്ര വരിക? -3. ദെൻ ഡി എക്സ് സ്ക്വയർ, ഡി എക്സ് എത്രയാണ്? 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1. ദെൻ ഡി വൈ എത്രയാണ്? 3 ആണ്. 3യുടെ സ്ക്വയർ
9. ഇതുപോലെ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, നോക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്, ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഓരോ വാല്യൂസും ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നോക്കാം, ഇക്വേഷൻ എന്തായിരുന്നു? R is equal to n into sigma dx dy minus sigma dx into sigma dy all divided by root of n sigma dx square minus sigma dx whole square root of n sigma dy square മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡിലെ ഇക്വേഷൻ അല്ലേ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നോക്കാം, n എത്രയാണ്? n ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 ആണ് n ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 12 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ എത്രയാണ്? -306 മൈനസ് സിഗ്മ ഡി എക്സിൻ്റെ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഡി എക്സ് കോളത്തിൻ്റെ -5 ആണ് കിട്ടിയിട്ടുള്ളത്. ഇൻറ്റു സിഗ്മ ഡി വൈ കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? -6 ആണ് കിട്ടിയിട്ടുള്ളത്. -6 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n എത്രയാണ്? 12 ആണ്. 12 ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ്? 255 മൈനസ് സിഗ്മ ഡി എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? -5 ആണ്. 5ൻ്റെ സ്ക്വയർ ദെൻ n 12 ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 704 ആണ്. 704 മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. സിഗ്മ ഡി വൈ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? -6 ആണ്. 6 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എത്രയാണ്? 0.72 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് കോറിലേഷൻ ആണ് വരിക? ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് വരിക അല്ലേ. നോക്കുക, 0.7 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 50ക്കും 1നും ഇടയിലാണ് വന്നിട്ടുള്ള വാല്യൂ. 0.7 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ്, നെഗറ്റീവ് വാല്യൂ അല്ല കിട്ടിയിട്ടുള്ളത്, പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ വരിക. ഓക്കെ,
ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ വരുന്നത് ഇതാണ്. R ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് അരിത്തമെറ്റിക് മീൻ മെത്തേഡിലെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചിട്ടാണ് കോറിലേഷൻ കണ്ടുപിടിച്ചിരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് ആക്ച്വൽ മീനിൽ നിന്നുമാണ്. അരിത്തമെറ്റിക് മീനിൽ നിന്നുമാണ് ഡീവിയേഷൻസ് കണ്ടുപിടിക്കുന്നത്. ആക്ച്വൽ മീൻ കണ്ടുപിടിച്ച് ആ വാല്യൂ ആയിരിക്കും എക്സിൽ നിന്നും വൈയിൽ നിന്നും മൈനസ് ചെയ്യുന്നത്. എക്സ് സീരീസിലെ ആക്ച്വൽ മീൻ കണ്ടുപിടിക്കും, ദെൻ വൈ സീരീസിലെയും ആക്ച്വൽ മീൻ കണ്ടുപിടിക്കും, എന്നിട്ട് അത് മൈനസ് ചെയ്തിട്ടാണ് ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെയായിരുന്നു, അസ്യൂംഡ് മീൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ ആ വാല്യൂ ആണ് എക്സ് സീരീസിൽ നിന്നും വൈ സീരീസിൽ നിന്നും മൈനസ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഡി എക്സും ഡി വൈയും കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ മീൻ കണ്ടുപിടിക്കും, ആക്ച്വൽ മീനിൽ നിന്നുമാണ് ഡീവിയേഷൻസ് കണ്ടുപിടിക്കുന്നത്, ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കുന്നത്. അത്രയും ഡിഫറൻസ് ഉള്ള ബാക്കിയെല്ലാം നമ്മൾ മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക, എക്സ് മൈനസ് എക്സ് ബാർ എന്ന് വരും. ഡി വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ എന്ന് വരും. എക്സ് ബാറും വൈ ബാറും നമ്മൾ കണ്ടുപിടിക്കും. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സിഗ്മ എക്സ് ബൈ എൻ, സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സിഗ്മ എക്സ് ബൈ എൻ വരും. വൈ ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ. അപ്പോൾ എന്താണ്, സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അങ്ങനെ നമ്മൾ മീൻ കണ്ടുപിടിച്ചിട്ട് എക്സ് വാല്യൂസിൽ നിന്നും വൈ വാല്യൂസിൽ നിന്നും മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോളം ഇനി ആഡ് ചെയ്യണം, നമുക്കിനി ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കണം. ദെൻ അതുപോലെ തന്നെ ഇക്വേഷൻ നോക്കുക, ഇക്വേഷനിൽ സിഗ്മ ഡി എക്സ് ഡി വൈ വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കോളം കൂടി വേണം, ഡി എക്സ് ഡി വൈ കോളം. ഡി എക്സും ഡി വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം വേണം. ദെൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ, അപ്പോൾ നമ്മളിവിടെ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളം വേണം. സിഗ്മ ഡി വൈ സ്ക്വയർ, അപ്പോൾ സിഗ്മ ഡി വൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളം വേണം. അപ്പോൾ ഇതുപോലെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കുക, ആക്ച്വൽ മീൻ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഡി എക്സും ഡി വൈയും കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആക്ച്വൽ മീൻ കണ്ടുപിടിക്കണം അല്ലേ. രണ്ട് സീരീസിലെയും എക്സ് സീരീസിലെയും വൈ സീരീസിലെയും ആക്ച്വൽ മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണല്ലേ. നമുക്ക് സിഗ്മ എക്സ് കണ്ടുപിടിക്കണം. സിഗ്മ എക്സ് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ, ഒരു മിനിറ്റ്. സിഗ്മ എക്സും സിഗ്മ വൈയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആക്ച്വൽ മീൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സിഗ്മ എക്സ് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 180 കിട്ടിയിട്ടുള്ളത്. 180 ഡിവൈഡഡ് ബൈ എൻ, നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. എത്ര പെയേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 1 2 3 4 5 6 7 8 9 10 പെയേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എത്ര വന്നു, 10 വന്നു. അപ്പോൾ എക്സ് ബാർ നമുക്ക് എത്ര കിട്ടി, 18. ദെൻ വൈ ബാർ കണ്ടുപിടിക്കണം. സിഗ്മ വൈ ബൈ എൻ ആണല്ലേ. സിഗ്മ വൈ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 320 ആണ്. 320 ഡിവൈഡഡ് ബൈ എൻ ഇസ് ഈക്വൽ ടു 10 തന്നെ, 32 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ബാറും വൈ ബാറും. അപ്പോൾ നമുക്ക് ഇവിടെ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ഡി എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് മൈനസ് നമുക്ക് എക്സ് ബാർ കിട്ടിയിട്ടുണ്ട്, എത്രയാണ് 18 മൈനസ് ചെയ്യണം. ദെൻ ഡി വൈ, ഡി വൈയിൽ എങ്ങനെ വരിക, വൈ മൈനസ് വൈ ബാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയാണ് 32. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡി എക്സും ഡി വൈയും കണ്ടുപിടിക്കേണ്ടത്. ഇനി ഓരോ വാല്യൂസിൽ നിന്നും എക്സ് വാല്യൂസിൽ നിന്ന് 18, ഓരോ വാല്യൂസിൽ നിന്നും 18 മൈനസ് ചെയ്തിട്ട് എഴുതണം. നോക്കാം, 12 നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരിക, -6 വരും അല്ലേ. 20 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരിക, 2 വരും. 20 നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ 2 വരും. അതുപോലെ തന്നെ ഡി വൈ നോക്കുക, 30 നിന്ന് 32 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരിക, -2 വരും. ദെൻ 35 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 3 വരും. ഇനി ഡി എക്സും ഡി വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. 6 × 2 എത്ര വരിക, 12. ദെൻ ഡി എക്സ് സ്ക്വയർ, ഡി എക്സ് എത്രയാണ്, 6 ആണ്. 6ൻ്റെ സ്ക്വയർ എത്രയാണ്, 36 കിട്ടും. ദെൻ ഡി വൈ എത്രയാണ്, ഡി വൈ 2 ആണ്. ഡി വൈയുടെ സ്ക്വയർ 4.
ഇതുപോലെ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇക്വേഷൻ എഴുതാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡി എക്സിൻ്റെയും ഡി വൈയുടെയും ടോട്ടൽ കിട്ടുക 0 ആയിരിക്കും കേട്ടോ. നോക്കാം, ഇവിടെ നമുക്ക് 0 ടോട്ടൽ ചെയ്യുമ്പോൾ 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിവിടെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്, ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻ ഏതാ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം, അത്രേ വേണ്ടുള്ളൂ. നോക്കുക, ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിഗ്മ ഡി എക്സ് ഡി വൈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 156 ഡിവൈഡഡ് ബൈ റൂട്ട് സിഗ്മ ഡി എക്സ് സ്ക്വയർ, ഡി എക്സിൻ്റെ സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 166. ദെൻ സിഗ്മ ഡി വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ്? 196. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എത്തിയാണ് 0.87 ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ കോറിലേഷൻ എന്താണ്? ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണല്ലേ. 0.8 ആണ്, ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് വാല്യൂ ആണ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, ഇതുവരെ നമ്മൾ നോക്കിയത് കാൽപിയസൻ കോഷ്യന്റ് കോറിലേഷൻ ആണ്. ദ നെക്സ്റ്റ് മെത്തേഡ് ആണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ ആണ് ഈ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത്. ആദ്യം തന്നെ എന്താണ് റാങ്ക് കോറിലേഷൻ എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് പഠിച്ച കാൽപിയസൻ മെത്തേഡിലെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലുള്ള ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ മാത്രമേ കോറിലേഷൻ മെഷർ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ക്വാളിറ്റേറ്റീവ് ഫോമിലുള്ള ആട്രിബ്യൂട്ട്സും ഉണ്ടായിരുന്നു വരാം. ഇപ്പോൾ ബ്യൂട്ടി, ഹാപ്പിനെസ്, റൈറ്റിംഗ്, ഇന്റലിജൻസ് തുടങ്ങി അങ്ങനത്തെ ക്വാളിറ്റേറ്റീവ് ഫോമിലുള്ള ആട്രിബ്യൂട്ട്സ് വരുമ്പോൾ എന്താ ചെയ്യുക? അതിനു വേണ്ടിയിട്ടാണ് ഈ റാങ്ക് കോറിലേഷൻ മെത്തേഡ്. കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇവിടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നത് റാങ്കിലൂടെയാണ്. വാല്യൂസിന് റാങ്ക്സ് നൽകിയാണ് കോറിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. 3 രീതിയിലാണ് റാങ്ക് കോറിലേഷൻ വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് റാങ്ക്സ് ആർ ഗിവൺ, സെക്കൻഡ് ranks are not given, third one equal ranks are given or tie in rank or repeated rank. ഫസ്റ്റ് ടൈപ്പിൽ നമുക്ക് റാങ്ക്സ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. സെക്കൻഡിൽ നമ്മൾ വാല്യൂസ് നോക്കിയിട്ട് റാങ്ക്സ് നൽകണം. അങ്ങനെയാണ് സെക്കൻഡ് മെത്തേഡിൽ ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വണ്ണിലെ പേര് പോലെ തന്നെ ഈക്വൽ റാങ്ക്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റാങ്ക്സ് വരും. ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയാണ് റാങ്ക് കോറിലേഷനിൽ പറയാനുള്ളത്. ഇതിൽ ഫസ്റ്റ് മെത്തേഡിലും സെക്കൻഡിലും സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ആണ് റാങ്ക്സ് ആർ ഗിവൻ. ഇക്വേഷൻ ഇതാണ്: R is equal to 1 minus 6 sigma d square divided by n into n square minus 1. അപ്പോൾ ഇതാണ് റാങ്ക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ റാങ്ക്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഡി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ് ആൻഡ് എൻ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. എത്ര ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നതാണ് എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ റാങ്കിങ് ഓഫ് 10 ഇൻഡിവിജ്വൽസ് അറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് അറ്റ് ദ ഫിനിഷ് ഓഫ് എ കോഴ്സ് ഓഫ് എ ട്രെയിനിങ് ആർ എസ് ഫോളോസ്. ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള റാങ്കും കോഴ്സിന് ശേഷമുള്ള റാങ്ക്സും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട്. റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ വരച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ എഴുതി. റാങ്ക് ബിഫോർ, റാങ്ക് ആഫ്റ്റർ തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ റാങ്ക്സ് എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇതിലെ ഡി കണ്ടുപിടിക്കണം. ഡി സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. റാങ്ക് 1ഉം റാങ്ക് 2ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ നോക്കാം. എത്രയാണ് ഡിഫറൻസ് വരിക? 1 - 6 5 വരും അല്ലേ. ഇനി ഡി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. എത്രയാണ് വരിക? 25 വരും അല്ലേ. ഇതുപോലെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ട് ഡിയും കണ്ടുപിടിക്കുക, ഡി സ്ക്വയറും കണ്ടുപിടിക്കുക, എന്നിട്ട് ഡി സ്ക്വയറിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡി സ്ക്വയറിൻ്റെ ടോട്ടലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം. R is equal to 1 - 6 sigma d square divided by n into n square minus 1. 1 - 6 into sigma d square നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് നമുക്ക് കിട്ടിയത്? 776 ആണ്. 6 into 6 divided by n എത്രയാണ്? 1 2 3 4 5 6 7 8 9 10. 10 ആണ് n വരുന്നത്. 10 into 10 square minus 1. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ആൻസർ -0.07 ആണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് മെത്തേഡാണ് റാങ്ക്സ് ആർ നോട്ട് ഗിവൻ. ഈ മെത്തേഡിൽ നമുക്ക് റാങ്ക്സ് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല. നമ്മൾ റാങ്ക്സ് കൊടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓരോ വാല്യൂസും ഓരോ സീരീസ് ആയിട്ട് വലുത് മുതൽ ചെറുത് വരെ ക്രമീകരിക്കണം. അതായത് ഏറ്റവും ഉയർന്ന വാല്യൂവിന് റാങ്ക് 1 കൊടുക്കുക, റാങ്ക് 2 അടുത്ത ഏറ്റവും ഉയർന്ന വാല്യൂവിന് കൊടുക്കുക. അങ്ങനെ റാങ്ക്സ് കൊടുത്തിട്ട് വേണം ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ. ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. റാങ്ക്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഡി കണ്ടുപിടിക്കുക, ദെൻ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇവിടെയും ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. R is equal to 1 - 6 sigma d square divided by n into n square minus 1. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കാം. ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഷ്യന്റ് ബിറ്റ്വീൻ പോവർട്ടി ആൻഡ് ഓവർക്രൗഡിംഗ് ഫ്രം ദ ടേബിൾ ബിലോ. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിലെ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്, റാങ്ക്സ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് സീരീസ് നോക്കാം. പോവർട്ടിയിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിനാണ് ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 17 ആണ്. അപ്പോൾ നമ്മൾ 17ന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ദെൻ 17 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 16 ആണ്. 17 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 16 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റാങ്ക് കൊടുത്തു. അതുപോലെ എല്ലാ റാങ്കും കൊടുക്കണം. അപ്പോൾ നമ്മൾ റാങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സീരീസ് നോക്കാം. ഇവിടെ നോക്കാം. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 46 ആണ്. അപ്പോൾ നമ്മളിവിടെ 46ന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ദെൻ 46 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണ് നോക്കാം. 36 ആണ് വരുന്നത്. അപ്പോൾ 36ന് നമ്മൾ സെക്കൻഡ് റാങ്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ റാങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡി കണ്ടുപിടിക്കാം, ഡി സ്ക്വയർ കണ്ടുപിടിക്കാം. ഡി എന്ന് വെച്ചാൽ റാങ്ക്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 1 - 2 = 1. അപ്പോൾ ഞാനിവിടെ ഡി കണ്ടുപിടിച്ചു, ഡി സ്ക്വയർ കണ്ടുപിടിച്ചു, അതിൻ്റെ ടോട്ടലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻ എഴുതുക. R is equal to 1 - 6 sigma d square divided by n into n square minus 1 is equal to 1 - 6 into sigma d square നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 44 ആണ്.
6 into 44 divided by n. n എത്രയാണ്? 1 2 3 4 5 6 7 8 9 10. 10 number of items ആണ് ഉള്ളത്. അപ്പോൾ 10 into 10 square minus 1. അപ്പോൾ നമുക്ക് റാങ്ക് കോറിലേഷൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 0.73 ആണ് കിട്ടിയിട്ടുള്ളത്. റാങ്ക് കോറിലേഷനിലെ മറ്റൊരു ടൈപ്പ് മെത്തേഡാണ് റിപ്പീറ്റഡ് റാങ്ക് മെത്തേഡ് ഓർ ടൈം റാങ്ക് മെത്തേഡ്. ഇവിടെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തു വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇതിൽ നമുക്ക് ഇക്വേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു m³ മൈനസ് m/2 എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഴയ ഇക്വേഷനിലെ പോലെ തന്നെയാണ് കേട്ടോ. നോക്കാം. r ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ പ്ലസ് m³ മൈനസ് m ഡിവൈഡഡ് ബൈ 12 ഓൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇതാണ് നമ്മുടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള റിപ്പീറ്റഡ് റാങ്ക് മെത്തേഡിലെ ഇക്വേഷൻ. ഇതിലെ എം മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ടുണ്ടാവുള്ളൂ. നോക്കാം. എം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വാല്യൂസും ചില വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എത്ര തവണ ഓരോ വാല്യൂസും റിപ്പീറ്റ് ചെയ്യുന്നു എന്നതാണ് എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും കേട്ടോ. നോക്കാം. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ റാങ്ക് കോറിലേഷൻ കോഷ്യന്റ് ഫോർ ദ ഫോളോവിങ് ഡാറ്റ. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. നമുക്കിവിടെ ഡാറ്റാസ് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസും വൈ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിൾ വരച്ചു. ടേബിൾ വരച്ചിട്ട് നമുക്ക് റാങ്ക് കൊടുക്കണം. റാങ്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവയ്ക്ക് റാങ്ക് കൊടുക്കണം. നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഫസ്റ്റ് സീരീസിൽ നോക്കാം. ഇതിലെ ഫസ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണ്? നോക്കാം. ഹയസ്റ്റ് വാല്യൂ 80 ആണ്. അപ്പോൾ നമ്മൾ 80ന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു അല്ലേ? ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 75 ആണ് അല്ലേ? 75ന് 2 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ 75ന് 2 കൊടുത്ത് നെക്സ്റ്റ് 75ന് 3 എന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 75ന് കൊടുക്കാൻ ഉദ്ദേശിച്ച റാങ്കും അത് കഴിഞ്ഞിട്ടുള്ള റാങ്കും കൂടിയിട്ട് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. 2 തവണയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റാങ്കും പോയി തേർഡ് റാങ്കും പോയി. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണാം. നോക്കാം. മനസ്സിലാവുന്നില്ല വെച്ചെങ്കിൽ ഇതാ നോക്കാം കേട്ടോ. സെക്കൻഡ് റാങ്ക് പ്ലസ് തേർഡ് റാങ്ക് ഇതിൻ്റെ ആവറേജ് കാണാം. എത്രയാണ് കിട്ടുക? 2.5. ഇങ്ങനെ 2.5 ആവറേജ് കണ്ടിട്ട് ഈ എമൗണ്ട് ആണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? ഈ 75ന് കൊടുക്കേണ്ടത്. അല്ലാതെ 2ഉം 3ഉം നേരിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം നമുക്ക് 75ന് സെയിം പൊസിഷൻ സെയിം റാങ്ക് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് 2 ഒന്നിനും 3 ഒന്നിനായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് 2 പേർക്കും തുല്യമായിട്ട് ആവറേജ് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 2.5 വരും. ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണ്? നോക്കാം. നമുക്ക് 2ഉം 3ഉം നമ്മൾ കൊടുത്തു കഴിഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂവിന് കൊടുക്കാനുള്ള റാങ്ക് 4th റാങ്ക് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 68 ആണ് വരുന്നത്. അപ്പോൾ 68ന് നമ്മൾ 4th റാങ്ക് കൊടുത്തു. മനസ്സിലായില്ലേ? ദെൻ അത് കഴിഞ്ഞിട്ട് ഏതാണ് റാങ്ക് വരുന്നത്? 5th റാങ്ക് ആണ് വരുന്നത്. ദെൻ അത് 68 കഴിഞ്ഞാലുള്ള ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 64 ആണ്. പക്ഷേ 64 ഇവിടെ 3 തവണ വന്നിട്ടുണ്ട്. നോക്കാം. ഇവിടെ 3 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5th റാങ്ക് ആണ്. അപ്പോൾ 5 + 6 + 7. അപ്പോൾ 3 റാങ്കും 64 കൊണ്ടുപോയി. അപ്പോൾ 3 ആവറേജ് കാണുമ്പോൾ എത്ര കിട്ടുക? 6 കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ 64ന് തുല്യമായിട്ട് 3 64ന് തുല്യമായിട്ട് 6 കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിവിടെ 5th റാങ്ക് പോയി, 6th റാങ്ക് പോയി, 7th റാങ്ക് പോയി അല്ലേ? ഇനി നെക്സ്റ്റ് റാങ്ക് ഏതാ വരുന്നത്? 8th റാങ്ക് ആണ്. അപ്പോൾ 64 കഴിഞ്ഞാൽ നെക്സ്റ്റ് റാങ്ക് ഏതാ വരുന്നത്? 8th റാങ്ക് ആണ്. 64 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 8 ആണ്. 55 ആണ്. അപ്പോൾ നമ്മൾ 55ന് 8th റാങ്ക് കൊടുത്തു. മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 9 കൊടുത്തു. ദെൻ
നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 40, നമ്മൾ 10 കൊടുത്തു. മനസ്സിലായില്ലേ? ഇതുപോലെ നെക്സ്റ്റ് വൈ സീരീസിലും ചെയ്യാം. നോക്കുക, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 81 ആണ്. നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 70, നമ്മൾ സെക്കൻഡ് റാങ്ക് കൊടുത്തു. നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 68 ആണ്. പക്ഷേ 68 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഏതാണ് റാങ്ക് കൊടുക്കാനുള്ളത്? തേർഡ് റാങ്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തേർഡ് റാങ്കും ഫോർത്ത് റാങ്കും 2 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ തേർഡ് റാങ്കും ഫോർത്ത് റാങ്കും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടു. എത്ര കിട്ടി? 3.5 കിട്ടി. അപ്പോൾ നമ്മൾ 68ന് 3.5 ഈക്വൽ ആയിട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? ഇപ്പം ഇതുപോലെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആവറേജ് കണ്ടിട്ട് ആ ആവറേജ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റാങ്ക് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ നമ്മളിവിടെ 3ഉം 4ഉം എടുത്തു കഴിഞ്ഞു അല്ലേ? തേർഡ് റാങ്കും ഫോർത്ത് റാങ്കും കൊടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റാങ്ക് ഏതാണ്? 5th റാങ്ക് ആണുള്ളത്. നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 62 ആണ്. അപ്പോൾ നമ്മളിവിടെ 5 കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ 6 കൊടുത്തു. ദെൻ അപ്പോൾ നമ്മൾ റാങ്ക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഡി കണ്ടുപിടിക്കാം. ഡി സ്ക്വയർ കണ്ടുപിടിക്കാം. ഡി റാങ്ക്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 - 5 = 1. അപ്പോൾ ഇവിടെ എല്ലാ റാങ്ക്സും കൊടുത്തിട്ട് നമ്മൾ ഡിയും ഡി സ്ക്വയറും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ സിഗ്മ ഡി സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. R = 1 - 6 × സിഗ്മ ഡി സ്ക്വയർ പ്ലസ് m³ - m ഡിവൈഡഡ് ബൈ 12 ഓൾ ഡിവൈഡഡ് ബൈ n × n² - 1. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇതിൽ നമ്മൾ സിഗ്മ ഡി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. 72 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? സിഗ്മ ഡി സ്ക്വയർ = 72 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് m³ - m ആണ്. m എന്ന് വെച്ചാൽ എന്താണ്? എത്ര തവണ ഓരോ വാല്യൂസും റിപ്പീറ്റ് ചെയ്യുന്നു എന്നതാണ് m എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ വാല്യൂസിൻ്റെയും m³ - m കാണണം. ഏതൊക്കെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം m³ - m കാണണം. നോക്കാം, ഫസ്റ്റ് എക്സ് സീരീസിൽ നോക്കാം. ഏത് വാല്യൂസ് ഒക്കെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? 75 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 75 ഓക്കെ. എത്ര ടൈംസ് ആണ്? എത്ര ടൈം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 ടൈംസ്. P = m = ഇവിടെ m എന്ന് വെച്ചാൽ m എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത് അല്ലേ? എത്ര തവണ ഓരോ വാല്യൂ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് m എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ m 75ൻ്റെ m എത്രയാണ് വരുന്നത്? 2 ആണ് കിട്ടുന്നത് അല്ലേ? ഇവിടെ m³ - m കാണുമ്പോൾ എത്രയാണ്? 2 ആണ് m കിട്ടിയിട്ടുള്ളത്. 2³ - 2 = -2 = 6 കിട്ടും അല്ലേ? ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്ത വാല്യൂ ഏതാണ്? 64 ആണ് അല്ലേ? അപ്പോൾ 64 occurs എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 3 ടൈം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 ടൈംസ് m = എത്രയാണ് വരുന്നത്? എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ m = 3 വന്നു. m³ - m കാണുമ്പോൾ 64ൻ്റെ m³ - m കാണുമ്പോൾ എത്ര വരും? 3³ - 3 = 27 - 3 = 24 കിട്ടും. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ഇവിടുത്തെ എക്സ് സീരീസിലെ കഴിഞ്ഞു. ഇനി ഒരു വാല്യൂവും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. വൈ സീരീസിൽ നോക്കാം. ഏത് വാല്യൂ ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? 68 ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം, 68 occurs എത്ര ടൈംസ്?
2 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? നോക്കാം, 2 ടൈംസ് അല്ലേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 2 ടൈംസ് എഴുതി. m is equal to 68ൻ്റെ m എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പോൾ m ക്യൂബ് മൈനസ് m is equal to 2 ക്യൂബ് മൈനസ് 2 വന്നു. is equal to 8 minus 2 is equal to 6 വരും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് m ക്യൂബ് മൈനസ് m ഓരോന്നിനും കണ്ടു. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ n ക്യൂബ് മൈനസ് m ഉണ്ടല്ലോ, ഈ വാല്യൂസ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യണം. ടോട്ടൽ n ക്യൂബ് മൈനസ് m കാണണം. ഇപ്പം നമുക്ക് 3 വാല്യൂസ് മാത്രമേ ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതിയത്. ഇനി ചിലപ്പോൾ കൂടുതൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഇതുപോലെ m ക്യൂബ് മൈനസ് m കണ്ടിട്ട് ടോട്ടൽ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കുക, ഇവിടെ ഏതൊക്കെ വാല്യൂസാണ്? 6, 24, 6 പ്ലസ് 24 പ്ലസ് 6. അപ്പോൾ നമുക്ക് ടോട്ടൽ n ക്യൂബ് മൈനസ് എത്ര കിട്ടും? 36 കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. m ക്യൂബ് മൈനസ് m കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. നോക്കുക, നമുക്ക് ഇക്വേഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. r ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എത്രയായിരുന്നു? 72 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 72 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 72 പ്ലസ് m ക്യൂബ് മൈനസ് m എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 36 ആണ്. 36 ഡിവൈഡഡ് ബൈ 12 all divided by 10 മനസ്സിലായില്ലേ? നമ്പറാണ് കേട്ടോ. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. നോക്കുക, 10 പേയേഴ്സ് ആണല്ലോ. 1 2 3 4 5 6 7 8 9 10 പേയേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ 10 എഴുതിയിട്ടുള്ളത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ആൻസർ 0.546 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റാങ്ക് കോറിലേഷൻ ഇതാണ്. ഓക്കെ, കാൽപിയസ് മെത്തേഡും സ്പിയർമാൻസ് മെത്തേഡും കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഏറ്റവും സിമ്പിൾ ആയൊരു മെത്തേഡാണിത്. ഈ മെത്തേഡിൽ ഡീവിയേഷൻസിൻ്റെ ഡയറക്ഷൻസ് മാത്രമാണ് എടുക്കുന്നത്. ഇൻക്രീസ് ചെയ്യണോ, വാല്യൂസ് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്നുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ ഏതാണ്? r ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ഡിവൈഡഡ് ബൈ n. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇതിൽ c എന്ന് വെച്ചാൽ പ്ലസ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ. നമ്മളിവിടെ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞിട്ട് 2 കോളം കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഈ ഡി എക്സും ഡി വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് ഈ ഒരു കോളം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കിട്ടും, ഡി വൈ എന്ന് പറഞ്ഞിട്ടൊരു കോളം കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നത് ഡി എക്സും ഡി വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന കോളായിരിക്കും. അപ്പോൾ ഈ ഒരു കോളത്തിൽ എത്ര പ്ലസ് സൈൻസ് ഉണ്ട് എന്നതാണ് ഈ ഒരു സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പെയേഴ്സ് കമ്പയർഡ്. എത്ര പെയേഴ്സ് കമ്പയർ ചെയ്യുന്നു എന്നതാണ് n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം 1 2 3 4 5 6 7 8 9 പെയേഴ്സ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എത്ര പെയേഴ്സ് കമ്പയർ ചെയ്യുന്നു എന്നതാണ് ഇവിടെ എടുക്കുന്നത്. 9 ആണെങ്കിലും ഇവിടെ ശരിക്ക് n വരിക 8 ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ 20 30 കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊട്ടു മുകളിൽ ഒരു സംഖ്യ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 2 വാല്യൂ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എത്ര വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു എന്നതാണ് n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കാം, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. എക്സ് വാല്യൂസും വൈ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേബിൾ വരച്ചിട്ട് എക്സ് വാല്യൂസും വൈ വാല്യൂസും എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കാം, നമ്മൾ 2 വാല്യൂസ് കമ്പയർ ചെയ്യാണ് വേണ്ടത്. നോക്കാം, നമുക്കിവിടെ കമ്പയർ ചെയ്യാൻ ഇവിടെ ഒരു വാല്യൂ ഇല്ല. 20ക്ക് മുന്നേ ഒരു വാല്യൂ ഇല്ല, അതുപോലെ 30ക്ക് മുന്നും വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഇതിന് നേരെ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് നോക്കാം 20 25.
20 നിന്ന് 25 വരുമ്പോൾ കൂടുകയാണോ ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളത്? ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്തെഴുതി? പ്ലസ് സൈൻ ഇട്ടു. ദെൻ 25 നിന്ന് 30 വരുമ്പോൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? കൂടുകയാണ്. അപ്പോൾ നമ്മളിവിടെ പ്ലസ് സൈൻ ഇട്ടു. ദെൻ 30 നിന്ന് 15 വരുമ്പോൾ എന്താണ്? കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൈനസ് സൈൻ ഇട്ടു. മനസ്സിലായോ? ഇതുപോലെ നെക്സ്റ്റ് dy കോളം y വാല്യൂസ് നോക്കാം. ഇവിടെ നമുക്ക് 13 കമ്പയർ ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഡാഷ് ഇട്ടു. ഇനി താഴെ നോക്കാം. 30 നിന്ന് 18 വരുമ്പോൾ കൂടുകയാണോ കുറയുകയാണോ? കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ മൈനസ് സൈൻ ഇട്ടു. ദെൻ പ്ലസ് സൈൻ. 18 നിന്ന് 25 വരുമ്പോൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പ്ലസ് സൈൻ ഇട്ടു. ഇനി നമ്മൾ ഈ പ്ലസ് സൈനും പ്ലസും മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസും മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരിക? മൈനസ് കിട്ടും. പ്ലസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് കിട്ടും. നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ r ഈസ് ഈക്വൽ ടു plus or minus root of plus or minus 2c minus n divided by n അല്ലേ? ഇവിടെ n നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. n നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാല്യൂ ഈ 30യും 20യും എടുക്കില്ല, ബാക്കിയുള്ള വാല്യൂസ് ആണ് എടുക്കുക. കാരണം നമുക്ക് കമ്പയർ ചെയ്തിട്ടില്ലല്ലോ. എത്ര നമ്പേഴ്സാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ഇതൊന്നും നമ്മൾ കമ്പയർ ചെയ്തിട്ടില്ല. 25 മുതലാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം. 1 2 3 4 5 6 7 8 പെയർസ് ആണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് n എത്രയാണ് കിട്ടുക? 8 ആണ് കിട്ടുക. മനസ്സിലായോ? ഇനി നോക്കാം. സി എന്താണ്? സി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളം അല്ലേ? ഡി എക്സ് ഡി വൈ കോളത്തിൽ എത്ര പ്ലസ് സൈൻസ് ഉണ്ട്? 1 2 3 പ്ലസ് സൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3 കിട്ടി. ഇനി പ്രോബ്ലം ചെയ്യാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു സി 3 ആണ്. 3 മൈനസ് n എത്രയാണ്? 8 ആണ്. ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എത്രയാണ്? -0.5 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കോറിലേഷനിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് പ്രോബബിൾ എറർ. റിലയബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് എററും അതുപോലെ പ്രോബബിൾ എററും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, നോക്കാം. ഇതാണ് ഇക്വേഷൻ വരുന്നത്. പ്രോബബിൾ എറർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഇതാണ്. 0.6745 into 1 minus r square divided by root n. ഇതിൽ r എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്, കോഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. ദെൻ n എന്നാൽ നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്, എത്ര പേഴ്സ് ഒബ്സർവേഷൻ എടുത്തിട്ടുണ്ട് എന്നത്. ഓക്കെ, ഇതിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 minus r square by റൂട്ട് n ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് r ഈസ് ഈക്വൽ ടു 0.6 ആൻഡ് n ഈസ് ഈക്വൽ ടു 64 ഫൈൻഡ് പ്രോബബിൾ എറർ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം, നമുക്ക് പ്രോബബിൾ എറർ ആദ്യം കണ്ടുപിടിക്കാം. പ്രോബബിൾ എറർ ഈസ് ഈക്വൽ ടു 0.675 ഇൻറ്റു 1 minus r square
മൈനസ് √n. ഇവിടെ നമുക്ക് കോറിലേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.6 തന്നിട്ടുണ്ട് അല്ലേ? നോക്കാം. 1 മൈനസ് r എത്രയാണ്? r 0.6 ആണ്. 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ √n. √n എത്രയാണ്? 64 ആണ്. is equal to 1 മൈനസ് 0.6 0.36 വരും. ഡിവൈഡ് ബൈ √64 എത്ര വരും? 8 വരും. 6745 into 0.64 divided by 8 is equal to അപ്പോൾ ഇതാണ് പ്രോബബിൾ എറർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് r സ്ക്വയർ ഡിവൈഡഡ് ബൈ √n അല്ലേ? അപ്പോൾ 1 മൈനസ് r എത്രയാണ്? മൈനസ് r സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 0.36 ആണ്. 36 ഡിവൈഡഡ് ബൈ √n 64 ആണ്. 8 ഈക്വൽ ടു എത്ര കിട്ടും? പ്രോബ്ലം ചെയ്യുമ്പോൾ 0.8 കിട്ടും. മനസ്സിലായോ? ഇതുപോലെയാണ് സ്റ്റാൻഡേർഡ് എററും പ്രോബബിൾ എററും ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. തിയറി പാർട്സ് ഒന്നും അധികം വരില്ല. പ്രോബബിൾ എറർ എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദ്യം വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. പ്രോബബിൾ എററിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷനും ഓർമ്മ ഉണ്ടാവും. കാരണം എന്താണ്? ഇതിൽ ഈ 0.6745 പോയാൽ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കോറിലേഷനിലെ പ്രോബ്ലം പാർട്ടിൽ വരുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അവസാനം കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രോബ്ലംസും ഒന്ന് ചെയ്ത് നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ അത് നോക്കിയിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.